കർത്താവിൽ പ്രിയരെ, പുതിയ ഈ ദിവസം പ്രാരംഭമായി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ നിസ്തുലത, ദ യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ്, എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ്, പോരാത്തതാണ്. ആർക്കും കമ്പയർ ചെയ്യാൻ കഴിയാത്ത നിലകളിൽ കർത്താവ് നിസ്തുലനാണ്. ദൈവത്തിൻ്റെ നിരവധി പ്രത്യേകതകൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുഴുവനുമൊന്നും ആർക്കും പറഞ്ഞു തീർക്കാൻ അവരുടെ ജീവിതനാളുകളിൽ സമയം ലഭിക്കില്ല. അത്രത്തോളമുണ്ട് വിവരണങ്ങൾ. ഒരു കൊച്ചു വിവരണത്തോടെ ഇന്നത്തെ നമ്മുടെ വചനചിന്ത ആരംഭിക്കാം. അതേ, പാഴ്മലകളിൽ നദികളെ പുറപ്പെടുവിക്കുന്ന, താഴ്വരകളുടെ നടുവിൽ ഉറവുകളെ തുറക്കുന്ന, മരുഭൂമികളെ നീർപ്പൊയ്കകളാക്കുന്ന, വരണ്ട നിലത്തെ നീരുറവുകളാക്കുന്ന നമ്മുടെ ദൈവം. ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി എബ്രായ ലേഖനം 11 അധ്യായം 16 വാക്യം വായിക്കട്ടെ. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ഒരു നീണ്ട പട്ടിക നമുക്ക് ലഭിക്കുന്നുണ്ട്. അന്ന് വിശ്വാസത്താൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നത് നമുക്ക് അത്ഭുതത്തോട് മാത്രമേ വായിച്ചെടുക്കാൻ പോലും കഴിയൂ. അത്രത്തോളം അവിശ്വസനീയവും അതുപോലെ തന്നെ കഠിനവുമായിരുന്നു അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച വഴികൾ. ഇങ്ങനെ വിശ്വാസവീരന്മാരെ കുറിച്ച് സംസാരിക്കുന്നതിന് ഇടയിൽ ഈ ഒരു പരാമർശം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതെ, 13 വാക്യം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. മൂക്കിൽ ശ്വാസമുള്ള ഏതു മനുഷ്യനും ഇവിടെ ആരുമല്ല, ഒന്നുമല്ല. ഈ തിരിച്ചറിവ് നമ്മുടെ അഹങ്കാരത്തെ ശമിപ്പിക്കും, നമ്മുടെ സ്വാർത്ഥതയെ ഇല്ലാതാക്കും. കൊടിയ പീഡകളും പ്രതികൂലങ്ങളും വരുമ്പോൾ പതറിപ്പോകുന്ന അനുഭവമല്ലായിരുന്നു അവർക്കുള്ളത്. നമുക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ വയ്യാത്ത അനുഭവത്തിലാണ്. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവവും അവരും തമ്മിൽ എത്രമാത്രം അഗാധമായ ബന്ധമുണ്ടായിരുന്നു എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അബ്രഹാം ഏറ്റവും സ്നേഹിച്ചിരുന്ന തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കണം എന്ന് ദൈവിക നിർദ്ദേശം വന്നപ്പോൾ ആരോടും ആലോചിക്കാതെ, ഒട്ടും സംശയിക്കാതെ, ചാരത്തിൽ നിന്ന് സന്തതിയെ ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ബാലനായ ഇസഹാക്കിനെയും കൊണ്ട് യാഗത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. വില കൊടുക്കാൻ തയ്യാറാവുമ്പോൾ കൊടുത്ത വിലയ്ക്കനുസരിച്ചുള്ള വസ്തു നമ്മുടെ കയ്യിലെത്തില്ലേ? വില കുറച്ചേ ഉള്ളുവെങ്കിൽ അതിനനുസരിച്ചുള്ളത്, വില കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും വില കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് എന്നതുപോലെ തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ തീരുമാനിച്ച ആ തീരുമാനത്തെ മാനിച്ച ദൈവം ഇസഹാക്കിനെ യാഗം കഴിക്കാതെ തന്നെ യാഗം കഴിച്ചു എന്ന് സ്വീകരിച്ച് അബ്രഹാമിന് ഒരു പുതിയ പേര് നൽകി, വിശ്വാസികളുടെ പിതാവ്. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്. നമ്മളിൽ പല ആളുകളും ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ പോലും ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. ചിലരോട് ദൈവം തന്നെ നേരിട്ട് പറഞ്ഞാൽ പോലും ഒഴികഴിവ് പറഞ്ഞ് മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവം ചില പുതിയ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വില കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം മാറി നിൽക്കില്ല. കുറഞ്ഞ പക്ഷം വിശ്വാസത്താൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഏത് ചിന്തകളെയും ശാസിച്ചകറ്റണം. അങ്ങനെ വരുന്ന ചിന്തകൾ ദൈവികമല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന ദൈവമല്ല. വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയ പത്രോസിനോട് കർത്താവ് കാണിച്ച ആ സ്നേഹമുണ്ടല്ലോ, അതേ വിശ്വാസത്തിൻ്റെ ചുവടുകൾ നമ്മൾ ചവിട്ടി തുടങ്ങുമ്പോൾ പ്രതീക്ഷിക്കാത്ത നിലകളിലുള്ള തിരമാലകളും ഓളങ്ങളുമൊക്കെ ശക്തിയായേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പതറാതെ, കാറ്റിനെയും തിരമാലകളെയും നോക്കാതെ വിളിച്ചവനായ ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് മുന്നേറുമെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തെ, നിങ്ങളോട് വാക്ക് പറഞ്ഞതൊക്കെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. പലരും ദൈവത്തെക്കുറിച്ച് അനുദിനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന സമയം കൂടി പരിശുദ്ധാത്മാവിന് ഇടം നൽകിയിട്ട് ദൈവം ആത്മാവാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ ദൈവത്തെ കാണുവാനും മനസ്സിലാക്കുവാനും ശ്രമിച്ച് ദൗത്യ നിർവഹണത്തിന് ഒട്ടും മടിക്കാതെ മുന്നേറുമെങ്കിൽ ഇതാ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിലെത്തുകയാണ്. പഴയ നിയമ
പിതാക്കന്മാരെ കുറിച്ചുള്ള പരാമർശമാണ് നമ്മൾ വായിച്ചത്. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ലെന്ന്. അതേ പ്രിയരെ, അങ്ങനെയാണെങ്കിൽ അവരെ പോലെ വിശ്വാസത്തിന്റെ ചുവടുകൾ നമുക്കുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഈ പരാമർശം ലഭിക്കും. നമ്മളെക്കുറിച്ചും ഇങ്ങനെ തന്നെ പറയും, ദൈവം ഇന്നാരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇതിനിടയ്ക്ക് ഇന്നാരെന്ന് പറഞ്ഞെടുത്ത് നിങ്ങളുടെ പേര് ചേർത്തുകൊള്ളുക. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് വിളിക്കപ്പെട്ടത്തക്ക നിലകളിൽ വിശ്വാസത്തിന്റെ തീക്ഷ്ണമായ ചുവടുകൾ വെച്ച് മുന്നോട്ട് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.